உள்ள ஊத்தி குடுக்கறான், அப்பம் குடிக்கிறான். ஆண்டவா, குடிக்கிறதோ பேய் தண்ணி. என்னால இதெல்லாம் பார்த்துட்டு இருக்க முடியாதுடா. கடவுளே, ஏன் தான் இப்படி இதெல்லாம் சாப்பிட்டு உடம்ப கெடுத்துக்கிறானோ? சொல்றதுக்கு யாருமே இல்லையே. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് നീ എന്താ പറഞ്ഞ? എന്ത്? നീ തെളിച്ചു പറയണമായിരിക്കും. ശ്രീലക്ഷ്മിയും കൂട്ടി തിരികെ വരുമ്പോ കാറിനകത്തിരുന്ന് എന്താ പറഞ്ഞതെന്ന്. ഓ അതോ? അത് തന്നെ. അത് വന്ന് അപ്പാ, ഇതുവരെ ഒരു കാര്യവും ഞാൻ ഉങ്കിട്ട് മറച്ചതില്ല. എന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറുന്നതല്ലേ അതിന്റെ ഒരു ശരി. നിന്റെ അടുത്ത് എന്ത് മറച്ചു എന്നാണ്? സത്യം പറയേ, ശ്രീയാണ്ടി உங்களுக்கு പിടിക്കலையா? ചിരിച്ചങ്ങുഴപ്പല്ലേ? ഉങ്ങളെ കണ്ടാ വലിയ പ്രായമൊന്നും തോന്നാതെ. യു ആർ സ്റ്റിൽ യങ് അപ്പാ. പിന്നെന്താ രാജു? യേസ് അപ്പാ. ശ്രീയാണ്ടിക്ക്, മണിമാമയ്ക്ക്, എനിക്ക് എല്ലാവർക്കും അത് ആഗ്രഹമാണ്. ഉങ്ങൾക്കും. ஆனா நீங்க எதுக்கு அது உங்ககிட்ட இருந்து மறைக்கிறீங்க? ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു നല്ല അസോസിയേറ്റ്, പുറത്ത് അതിലും നല്ലൊരു ഫ്രണ്ട്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെയും നീ അടക്കം മറ്റുള്ളവരുടെയും മനസ്സിലുള്ള ഈ ആഗ്രഹം മനസ്സിലാകാഞ്ഞിട്ടുമല്ല. പക്ഷെ എനിക്ക് ശ്രീയോട് തോന്നിയ ഇഷ്ടം അത്തരത്തിലുള്ള ഒരു അടുപ്പമായി ഇനി മാറിയിട്ടില്ല. ഇപ്പോ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്റെ അമ്മ, എന്റെ രുക്ക് മാത്രമേ ഉള്ളൂ. അവൾ മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചൊരു വലിയ ചുമതല നിന്നെ വളർത്തി ഒരു നിലയിലാക്കുക. അത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. മറ്റൊന്നിനും ഈ അപ്പാവുടെ മനസ്സിലിടമില്ലടാ കണ്ണ. സത്യം. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടറെ അർജന്റായിട്ട് ലൈനിൽ കിട്ടണം. 1 മിനിറ്റ്. അപ്പാ ഫോൺ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഹലോ, ഡോക്ടർ ഹിയർ. ഡോക്ടർ ശിവദാസ് ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിന് പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ. എന്ത് പറ്റി? കുറച്ച് ക്രിട്ടിക്കലാണ്. പേഷ്യന്റിന്റെ ബന്ധുക്കൾ അജിറ്റേറ്റഡ് ആണ്. ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി ഡോക്ടർക്ക് കൊടുക്കാം. ഹലോ, ഡോക്ടർ സേതു ഹിയർ. ഹൗ ഇസ് ദ പേഷ്യന്റ്? പെർഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ട്. ഒന്നും പറയാൻ വയ്യ. ഒരു എമർജൻസി സർജറി വേണ്ടി വരും. ഡോക്ടർ കൂടി വന്നാലേ. ഞാനിതാ വരുന്നു. പ്രിപ്പയർ ദ പേഷ്യന്റ് ഫോർ ദ സർജറി. കയ്യബദ്ധം പോലും മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത്? രാജു, ശ്രീയാണ്ടി റെഡി ആയിരിക്കാൻ പറ. ഞാൻ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യാം. ശരിപ്പാ. മനപ്രയാസം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. സാർ അതൊന്നും സാരമാക്കരുതെന്ന്. അച്ചായന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന്. ജീവൻ രക്ഷപ്പെടുത്തുന്നതും കൈവിട്ടു പോകുന്നതുമെല്ലാം മുകളിലൊരാളുണ്ട്. അവിടുത്തെ തീരുമാനമാണ്. ഞങ്ങൾ പരമാവധി സഹകരിക്കുന്നു എന്ന് മാത്രം. ഈ ഡോക്ടറുടെ കൈപുണ്യം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൈ അബദ്ധവും. രണ്ടും മനഃപൂർവ്വമല്ല. ഇത് മനസ്സിലാക്കാനുള്ള ദയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വർഗത്തോട് കാണിക്കണം. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും. ഞാൻ അപ്പോഴേ പറയുന്നതാണ് അവരോട്, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ആശുപത്രിയാണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുമെന്ന്. മിസ്റ്റർ കുര്യാക്കോസ്, ഈ എമർജൻസി ഓപ്പറേഷന്റെ ഒരു എക്സ്പെൻസും പേഷ്യന്റിനെ ബില്ല് ചെയ്യാൻ പാടില്ല. തൃപ്തിയായില്ല സാർ. ചായ.
ഹലോ ഡോക്ടർ ബാലസുബ്രഹ്മണ്യ ഹിയർ. ഇത് മലയാള മനോരമയിൽ നിന്നാണ്. അവർ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബട്ട് ഫോർ വാട്ട്? +2 പബ്ലിക് എക്സാമിനേഷന്റെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. Oh. ഡോക്ടറുടെ മകൻ രാജു വിശ്വത്തിനാണ് ഫസ്റ്റ് റാങ്ക്. Really? യെസ് ഡോക്ടർ. മറ്റാരെങ്കിലും പറഞ്ഞ് വിവരം അറിയുന്നതിന് മുമ്പേ അറിയിക്കുവാൻ വേണ്ടിയാണ് ഡോക്ടറെ ഞങ്ങൾ ഇത്ര രാവിലെ തേടി പിടിച്ചത്. താങ്ക് യു. അതെ, എന്നാണ് ഡോക്ടറുടെ സെലിബ്രേഷൻ? സെലിബ്രേഷൻ? ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആണ്. പാർട്ടി വേണം. ഓ, പാർട്ടി ഷുവർ. എനി ഡേ, എനി ടൈം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Cheers to the most brilliant youngster of the country. நீங்க கொஞ்சம் Ladies and soft drinks parties எல்லாம் அங்கே. Hot drinks எல்லாம் இங்கே. ஏடா எக்ஸசைஸ்க்கு அப்புறத்து அங்கே. போனா. குட். Not for you. Balu. I know. Any more brandy? Yes. One more. Ladies and gentlemen, your attention please. എല്ലാവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. ഇവനോടൊരു ചോദ്യം. ഇവന്റെ ഗ്രാൻഡ് ഫാദർ താത്ത, എന്നോട് സീനിയർ ബാരിസ്റ്റർ വിശ്വേശ്വരയ്യർ ഒരു പുലിയായിരുന്നു. പുലി. അദ്ദേഹം കൂട്ടിൽ നിൽക്കുന്ന സാക്ഷിയോട് കൈചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ എതിർഭാഗം വക്കീൽ കാണാതെ പഠിപ്പിച്ച നുണകളൊക്കെ മറന്ന് ഉള്ള സത്യം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുമായിരുന്നു. ഗ്രേറ്റ് മാൻ. പിന്നെ ബാലു, ഇവനുടെ അപ്പ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി മനസ്സുറപ്പിച്ച് കത്തിയെടുത്ത് പേഷ്യന്റിന്റെ ദേഹത്ത് വെച്ചോ, കടവുൾ എഗൻസ്റ്റ് തീരുമാനിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ് ആ പേഷ്യന്റ് രക്ഷപ്പെടും. അതിന്റെ ഒരു വെടികേട്ടിന്റെ പുറത്തല്ലേ ഈ കുര്യാക്കോസിന്റെ ആശുപത്രിയും രക്ഷപ്പെട്ടു പോണത്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ചാണം കാര്യമായിട്ട് സംസാരിക്കുന്നു. சொல்லடா, ഒരു പെരിയ വക്കീൽ, ഒരു പെരിയ ഡോക്ടർ. ഉനക്കിതിൽ ഏതാകാനാ ഇഷ്ടം? വക്കീലോ ഡോക്ടറോ? சொல்லடா. രണ്ടുമല്ല. പിന്നെ എനിക്കൊരു എഞ്ചിനീയർ ആകണം, an architect. ഈ എഞ്ചിനീയറിംഗ് ലൈന് ഊച്ച് കുഴപ്പമില്ലാട്ടോ. ഒന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ ശരിക്കായിട്ട് വരാം. ഞാൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടും അത് ശരിക്കായിട്ട് വരാം. என்ன சிக்கன் ஃப்ரை. குரியாக்கோசின் ஏற்பாடா துறக்க. என்ன மணியண்ணா, இதெல்லாம் வீட்டுக்குள்ள ஏத்தக்கூடாது. அது எனக்கு தெரியாதா? நம்ம பிராமணால் ஆத்துக்குள்ளே வந்து ஸ்ட்ரிக்ட் வெஜிடேரியன்ஸ் ஆக்கும். ஆனா പുറത്ത് ഔട്ട്സൈഡ് ദ 4 walls കുറച്ച് നോൺ വെജിറ്റേറിയൻ ഒക്കെ ആവാം. അതിൽ തപ്പ് കിടയാതെ. മണിയണ്ണാ, കള്ള് കുടിക്കുമ്പോ അല്പം എരിവും പുളിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ സാമ്പാർ വട, തൈര് വട അതൊന്നും പോരാ, ഇതിനു മുമ്പ് നിൽക്കില്ല. അതിനാൽ ഇതിൽ തപ്പു കിടയാതെ. എന്തേ കാണിക്കുന്നത്? ராஜுவுக்கு டிஸ்டிங்ஷன் கிடைச்ச அக்கௌண்ட்ல இன்னைக்கு 4 பேருக்கு ஜாஸ்தி சாப்பிட்டுருக்கேன். அந்த ஒரு கிரவுண்ட் சப்போர்ட்ல எனக்கு உன்னோட கொஞ்சம் பேசணும். മണിയണ്ണ, അണ്ണൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. യെസ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശ്രീ, എന്റെ ശ്രീലക്ഷ്മി എന്നോട് ഒരേ ഒരു തങ്കച്ചി. യു നോ ഹെർ എൻ്റയർ പാസ്റ്റ്.
சின்ன வயசுல இருந்தே உனக்கு அவளை தெரியும். MBBS பாஸ் ஆகி அதுக்கு மேலேயும் படிக்கணும்னு ஆசைப்பட்டா. MS முடிஞ்சாச்சு. அப்போதான் வெளியூர் போய் படிக்கிறதுக்கு ஸ்காலர்ஷிப். அவளோட ஒரு ஆசைக்கும் நான் எதிர் சொல்ல மாட்டேன். படிப்பு முடிச்சு திரும்பி வரும்போ அவக்கு வயசு 28. முதல்ல പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്ഡ് பண்ணணும் ഒരേ വാശി. ശരി ആകട്ടും നനച്ചതാ അവളെ നിന്റെ കൂടെ ജോലിയിലാക്കിയത്. വർഷം പിന്നെയും 2 മാരേജ് വേണ്ടാന്ന് ശ്രീ சொல்லலே. ആനാലും தெரியுமே வர்ற ப்ரொபோசல்ஸ் ஒன்றும் அவக்கு பிடிக்காது. அவளோட இஷ்டம் தானே முக்கியம். ஆனா இனியும் கல்யாணம் டிலே பண்றது பெரிய தப்பா போயிடும். எனக்கு தெரிஞ்ச வரைக்கும் இஃப் വാട്ട് ഐ ഗെസ് ഈസ് കറക്റ്റ്, അവൾക്ക് ഇണങ്ങുന്ന അവൾ ആഗ്രഹിക്കുന്ന പുരുഷൻ ഞാനാണ്. രുക്മിണി മരിച്ചിട്ട് 14 വർഷത്തിന് മേലായി. ഇനിയെങ്കിലും നിനക്കൊരു ജീവിതത്തെ കുറിച്ച് ആലോചിച്ചൂടെ ബാലു? ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. അയനോ രുക്മിണി എന്നെ വിട്ടു പോകുമ്പോ ഇതിനേക്കാൾ ചെറുപ്പമായിരുന്നു ഞാൻ. അന്നും അതെ ഇന്നും അതെ. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ മണിയണ്ണ. അവൻ എത്തേണ്ടടുത്ത് എത്തി എന്നെനിക്ക് ബോധ്യമാകുമ്പോ പെർഹാപ്സ് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചു എന്ന് വരാം. അന്ന് ഒരുപക്ഷെ ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വൈകിപ്പോയെന്ന് വരാം. ഞാൻ ദുഃഖിക്കില്ല. ഐ വോണ്ട് റിഗ്രറ്റ്. അതുവരെ എന്നുവരെ എന്നുറപ്പ് പറയാൻ പറ്റാത്ത ഒരു അവധി വരെ ഒരാളെയും കാത്തു നിർത്താൻ എനിക്കാവില്ല. ഐ കാൺട്ട്. ഫർഗീവ് മീ അണ്ണ. ஐ அண்டர்ஸ்டாண்ட். கடவுள் என்னமோ ஆல்ரெடியா டிசைட் பண்ணி வச்சிருக்கு. அதுதானே நடக்கும். കണ്ണാ രാജു വേണ്ട, ഞാൻ വഴക്കാ പേശ മാട്ടെ. ഇന്ന് എത്ര പെഗ് കഴിച്ചു? ഇന്നോ 1 2. 2 രണ്ടല്ല, സാധാരണ കോട്ട 2 പെഗ്. ഇന്ന് ആ 2 പെഗ്ഗുക്ക് മേലെ ഒരു 4 പെഗ് കൂടെ. അവളോതാൻ എന്നോട് ചെയ്തിരുന്ന പ്രോമിസ് എന്താണ്? ദിവസവും 2 പെഗ്. അതുക്ക് മേലെ എന്നിട്ടാണ് ഇന്ന്? ഇന്നോ ഇന്ന് ഞാൻ കുടിക്കും. 2 അല്ല 20 പെഗ് ഞാൻ കുടിക്കും. വേണ്ടി വന്നാ ഇനിയും ഞാൻ കുടിക്കും. ഇന്ന് എന്നോട് പുള്ളേ ബാരിസ്റ്റർ വിശ്വേഷ് അയ്യരുടെ മകൻ ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തോടെ സൺ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായതോടെ സെലിബ്രേഷൻ ആക്കും. എത്ര നാളാണ് എതിർപ്പാത്ത ഒരു ഗോൾഡൻ മോമെന്റ് ആണെന്ന് അറിയാമോടാ കൊച്ചു കഴുതേ. ഐ ആം ഹാപ്പി. ഐ ആം ദ ഹാപ്പിയസ്റ്റ് ഫാദർ ഓൺ ദിസ് ഹോൾ എർത്ത്. ഞാനിന്ന് കുടിക്കും. കുടിച്ചോ, നേരം എടുക്കുന്നവരെ കുടിച്ചോ. ഇവിടെ വാ. நான் தெரியாம கேக்குறேன். நம்ம 2 ஆளுக்குள்ள யாரு புள்ள யார் அப்பா? நீ புள்ள தானே? അല്ലാതെ എന്നോട് അപ്പ ബാരിസ്റ്റർ വിശ്വേശ്വർ അയ്യരില്ലേ? അപ്പോ നിലത്ത് നിൽക്കേ, എന്നെ കേറി ഭരിക്കാതെ പുത്ര. നിന്റെ വിജയം ഈ പാവം തന്ത ഒന്ന് ആഘോഷിച്ചോട്ടെ. ആഘോഷിച്ചോ, പക്ഷെ കണ്ടു നിൽക്കാൻ ഞാനില്ല. രാജു വേണ്ട. വേണ്ട പോ. നിനക്ക് അത്ര വാശിയാണെങ്കിൽ എനിക്കും ഉണ്ട് വാശി. ഞാൻ എന്താ അത്ര മോശക്കാരനാ? ഞാനും പോവും എനിക്കിഷ്ടമുള്ളിടത്തേക്ക്.